രാഷ്ട്രീയക്കാരനാവണ്ട, സാമൂഹ്യ പ്രവർത്തകനാകണ്ട, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാനാവുക? വയനാട് കൽപ്പറ്റ MLA ടി സിദ്ദീഖ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയോട് ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് പറയാണ്, മോളെ നിനക്ക് ഞാനൊരു വീട് വെച്ച് തരും, ഒരു സംശയവും അതിന് വേണ്ട എന്ന് പറഞ്ഞ് കോൺഫിഡൻസിന്റെ ഉച്ചസ്ഥായിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയി. ഈ നാട്ടിലെ ദുരിതാശ്വാസം ആയി, ഈ നാടിൻ്റെ മുഴുവൻ ആശ്വാസമായി സർക്കാരിൻ്റെ വീട് വയനാടിൻ്റെ ചൂരൽമലയിലെ നിവാസികൾക്ക്, ദുരന്തബാധിതർക്ക് കിട്ടിയപ്പോൾ അതുപോലും വേണ്ട എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ നേടി വീട് വേണ്ട എന്ന് എഴുതി കൊടുത്തവരിൽ പോലും ശ്രുതി ഉണ്ടായിരുന്നു. കാരണം അത്രമേൽ വിശ്വസിച്ചിരുന്നു ശ്രുതി ടി സിദ്ദീഖിന്റെ വാക്കുകളെ എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ ഫേസ്ബുക്ക് പോസ്റ്റായി കുറിക്കുകയാണ് ടി സിദ്ദീഖ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് അതൊരു തെളിവായി അവശേഷിപ്പിക്കുകയാണ് ടി സിദ്ദീഖ്. എന്നിട്ട് ഇന്ന് റഫീഖ് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഡിജിറ്റൽ തെളിവുകളെ വെച്ചിട്ട് ശ്രുതിയെ പറഞ്ഞു പറ്റിച്ചതാണ് ടി സിദ്ദീഖ്. ശ്രുതി എന്ന് പറയുന്ന കുട്ടി നിരാലംബയായി വയനാടിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി, ഈ നാടിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ടി സിദ്ദീഖ് വന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. കോൺഗ്രസിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും പറഞ്ഞ വാക്കിനെ മാറ്റിപ്പറയുന്ന, ആളുകളെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, 4 പേർ കൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോ ഓഫിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും ചെയ്യുന്ന വലതുപക്ഷ സൈബറിടങ്ങളുടെ UDF ഹാൻഡിലുകളുടെ സ്ഥിരം പല്ലവി തന്നെ ഇലക്ഷന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ടി സിദ്ദീഖും ഇന്ന് പറയുന്നു എന്നുള്ളതാണ്. ടി സിദ്ദീഖെ, ഈ സംസ്ഥാനം നിങ്ങളെ കണ്ടു. നിങ്ങളൊരു UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന, വളരെ പ്രോമിസിംഗ് ആയി നിങ്ങളെ കണക്ക് കൂട്ടുന്ന ഒരു നാടുണ്ടായിരുന്നു ഈ നാട്. ആ നാട്ടിൽ രാഷ്ട്രീയ ബോധ്യമുള്ളവർ വിലയിരുത്തും നിങ്ങളെ. അതിലൂടെ UDF എന്ന് പറയുന്ന മുഴുവൻ മുന്നണി സംവിധാനത്തെയും. ഒരു പെൺകുട്ടിയെ കൃത്യമായി പറഞ്ഞു പറ്റിച്ച് 15 ലക്ഷം രൂപ സർക്കാരിന് കിട്ടിയത് തിരികെ കൊടുത്തിട്ട് വീട് തരണമെന്ന് പറഞ്ഞു വീണ്ടും സർക്കാരിന് മുമ്പിൽ കൈ നീട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടിയെ നിങ്ങൾ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. അത് ഒരു വ്യക്തി പറഞ്ഞു പറ്റിക്കുന്നത് പോലെ കാണാൻ ഞങ്ങൾക്കാവില്ല. നിങ്ങൾ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് വലിയ അഭിനന്ദനങ്ങൾ നൽകിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണെന്ന് പറയുന്നതും കേൾക്കാൻ ഞങ്ങൾക്കാവില്ല. നിങ്ങൾ UDFകാർ വലത് സൈബറിടങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടുന്ന സ്ഥിരം പല്ലവിയിലേക്ക് തന്നെയാണ് ഇതും വിരൽ ചൂണ്ടുന്നത്. ശ്രുതി ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. UDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ കണ്ണടച്ച് വിശ്വസിച്ച് വലതുപക്ഷത്തിന് വേണ്ടി നമ്മൾ വോട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ എങ്ങനെയായിരിക്കും ഇലക്ഷൻ കഴിഞ്ഞ് ഭരണത്തിൽ വരുമ്പോൾ വലതിടങ്ങൾ ചെയ്യുക എന്നുള്ളതിൻ്റെ ഉത്തമോദാഹരണമായി സിദ്ദീഖും ശ്രുതിയും ഒരു ചോദ്യചിഹ്നമായി കേരള മനസാക്ഷിയുടെ മുമ്പിൽ വരുന്നു. ഇത് കൃത്യമായ ഒരു കൃത്യമായ ഇടപെടലാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ വോട്ടിന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ നാടിൻ്റെ രാഷ്ട്രീയ മണ്ണിന് നിഷ്പക്ഷ മനസ്സുകൾക്ക് ചിന്തിക്കാനുള്ള ഒരിടമായി ശ്രുതിയും സിദ്ദീഖും വയനാടിൻ്റെ ചൂരൽമലയിൽ ഉദിച്ചുയർന്നു നിൽക്കുകയാണ്.